ഇത് പരമശിവന്റെ രാശിയാണ്. ദാക്ഷായണി അവരുടെ അവരുടെ അച്ഛൻ മുഖാന്തരമാണ് ആ കുടുംബമെല്ലാം നശിച്ചു പോയത്. വൃശ്ചിക രാശിയിൽ ജനിച്ചവർ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത് ഏതാണ്? കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് പോയി ജീവിക്കണം. കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് പോകണം. അച്ഛനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണം. ഇങ്ങനെ ജീവിച്ചില്ലെങ്കിൽ, പോയില്ലെങ്കിൽ അമ്മയും അച്ഛനും മുഖാന്തരം ഇവർ ജീവിതത്തിൽ കഷ്ടപ്പെടും. ഇവർ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും, ഒരുപാട് അവമാനങ്ങളുണ്ടാവും. ഇത് അച്ഛനമ്മ മുഖാന്തരം മാത്രമേ ഉണ്ടാവൂ. അമ്മായിയമ്മ ഇതുപോലുള്ള കുടുംബക്കാർ മൂല്യമായിട്ട് ഇവർക്ക് വളരെ ദുഃഖങ്ങളുണ്ടാവും. അത് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇങ്ങനെയാണോ എന്ന് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് കുടുംബക്കാരിൽ നിന്ന് ഇവർ പിരിഞ്ഞു നിൽക്കണം, തനിച്ച് നിൽക്കണം. ഇവർ കല്യാണം കഴിഞ്ഞ്, കല്യാണ രാശിയാകുമ്പോൾ അത് തുലാരാശിയാണ്. ആ രാശിയിൽ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഇവർ സെപ്പറേറ്റ് ആയില്ലെങ്കിൽ അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇവർ ജീവിക്കുവാണെങ്കിൽ ഒന്നിൽ ആ ചെറുക്കൻ്റെ അമ്മയും അച്ഛനുമായിരിക്കും, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ അമ്മയും അച്ഛനുമായിരിക്കും. ഇവർ ഇത് മുഖാന്തരം ഒരുപാട് കഷ്ടപ്പെടും. നിങ്ങൾ ഇതുണ്ടോ ഇല്ലയോ ഒന്ന് പരീക്ഷിച്ച് നോക്കുക.